നമസ്കാരം. അരുണാചൽ പ്രദേശിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ചൈന നടത്തുന്ന അവകാശവാദങ്ങൾ തള്ളി US. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്നുള്ള അവകാശവാദങ്ങളെയും കയ്യേറ്റങ്ങളെയും ശക്തമായി എതിർക്കുന്നെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപവക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു. അടുത്തിടെ അരുണാചലിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സേല ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ചൈന രംഗത്തെത്തിയിരുന്നു. അരുണാചലിനെ ഇന്ത്യ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും അരുണാചലിന് മേലുള്ള അവകാശം അംഗീകരിക്കില്ലെന്നുമാണ് ചൈന പ്രതികരിച്ചത്. അരുണാചൽ ചൈനയുടെ പരമ്പരാഗത ഭാഗമാണെന്ന് ചൈനീസ് മിലിറ്ററിയും അവകാശപ്പെട്ടിരുന്നു. പിന്നാലെ അരുണാചൽ അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകി. അരുണാചലിൽ ഇന്ത്യൻ നേതാക്കൾ നടത്തുന്ന സന്ദർശനങ്ങളെയോ വികസന പദ്ധതികളെയോ എതിർക്കാൻ ചൈനയ്ക്ക് അവകാശമില്ലെന്നും വ്യക്തമാക്കി. അതേസമയം ഹൈപ്പർസോണിക് ആയുധ രംഗത്ത് വൻ ശക്തികളുടെ ഒരു പോരാട്ട വേദിയായി മാറുകയാണ് ലോകം. എല്ലാ മേഖലയിലും മുൻനിരയിൽ സ്ഥാനമുറപ്പിക്കുന്ന US ഈ പോരാട്ടത്തിൽ പ്രധാന എതിരാളികളെക്കാൾ അല്പം പിന്നിലാണ്. അതുകൊണ്ട് തന്നെ എതിരാളികളായ റഷ്യയെയും ചൈനയെയും മറികടക്കാൻ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ ഗവേഷണവും വികസന പദ്ധതികളും ഊർജിതമാക്കിയിരിക്കുകയാണ് US. ഇപ്പോഴത്തെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന തന്ത്രപ്രധാനമായ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് US സൈന്യം. AGM-183 ARRWവിന്റെ പരീക്ഷണമാണ് നടന്നത്. മാർച്ച് 17-നായിരുന്നു പരീക്ഷണം. ഗുവാമിലുള്ള ആൻഡേഴ്സ് എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന ഒരു B-52H ബോംബർ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈലിന്റെ വിക്ഷേപണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് പരീക്ഷണം സ്ഥിരീകരിച്ച് സൈന്യം രംഗത്തെത്തിയത്. അതേസമയം പരീക്ഷണം വിജയിച്ചോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പസഫിക് സമുദ്രത്തിൽ ചൈനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന US അധീനതയിലുള്ള ദ്വീപാണ് ഗുവാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ AGM-183 ARRWവിന്റെ പരീക്ഷണങ്ങൾ US തുടങ്ങിയിരുന്നു. 2021 മിസൈലിന്റെ ഒരു പ്രോട്ടോടൈപ്പിന്റെ ലൈവ് ഫയർ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയിരുന്നു. എന്നാൽ മിസൈൽ വഹിച്ചിരുന്ന B-52H ബോംബറിന് തകരാർ സംഭവിക്കുകയും മിസൈൽ വിക്ഷേപിക്കാൻ കഴിയാതെ വന്നതോടെയും പരീക്ഷണം പരാജയപ്പെട്ടെന്നുമാണ് റിപ്പോർട്ട്. അന്നേ വർഷം പരീക്ഷണം വീണ്ടും നടത്തുകയുണ്ടായി. എന്നാൽ അതും പരാജയമായിരുന്നു. ഇത്തവണ B-52H ബോംബറിൽ നിന്ന് മിസൈലിനെ വിജയകരമായി വേർപെടുത്താൻ സാധിച്ചെങ്കിലും റോക്കറ്റ് എഞ്ചിൻ ജ്വലിക്കാതെ പോയത് തിരിച്ചടിയായി. മിസൈലിന്റെ നോസ് കോണിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന V ആകൃതിയിലുള്ള ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വെഹിക്കിളിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ അതിന്റെ റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ARRW രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോസ് കോണിന് ഇതിനാവശ്യമായ ഉയരവും വേഗതയും നൽകാനാകും. പിന്നീട് മിസൈലിൽ നിന്ന് ഇത് വേർപിരിയുകയും ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വെഹിക്കിൾ നിശ്ചിത സഞ്ചാരപാതയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നടന്ന 3 പരീക്ഷണങ്ങളിൽ ഒരെണ്ണം പരാജയപ്പെട്ടിരുന്നു. 2 വിവരങ്ങൾ US വെളിപ്പെടുത്തിയിട്ടില്ല. ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ USനേക്കാൾ ഏറെ മുന്നിലാണ് റഷ്യ. അവൻഗാർഡ്, സിർക്കോൺ, കിൻഷെൽ എന്നീ 3 മാരക ഹൈപ്പർസോണിക് ആയുധങ്ങൾ റഷ്യയ്ക്ക് കരുത്തേകുന്നു. 2018 അവൻഗാർഡ് ന്യൂക്ലിയർ ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ആർക്കും കീഴടക്കാനാകാത്തതെന്നാണ് തങ്ങളുടെ ഹൈപ്പർസോണിക് ആയുധങ്ങളെ പുടിൻ വിശേഷിപ്പിച്ചത്. അതേസമയം ചൈനയും റഷ്യയ്ക്ക് പിന്നാലെ ഹൈപ്പർസോണിക് രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വഹിക്കാൻ ശേഷിയുള്ള DF-17 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം ചൈന മുമ്പ് നടത്തിയിരുന്നു. കൂടാതെ ഷിങ്കോങ് 2 എന്ന ഹൈപ്പർസോണിക് ആയുധവും ചൈന വികസിപ്പിച്ചിരുന്നു. എതിരാളികളായ ഉത്തര കൊറിയയും ഇറാനും കൂടി ഹൈപ്പർസോണിക് രംഗത്ത് പരീക്ഷണങ്ങൾ ഊർജിതമാക്കിയതോടെ പ്രതിരോധം ശക്തമാക്കാൻ USന് മേൽ കടുത്ത സമ്മർദ്ദം ഉയരുകയായിരുന്നു.